തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. പറഞ്ഞു വരുന്ന വെച്ചാല് ഷൗക്കത്തെ ഇവൻ കുറെ ദിവസമായി പറയുന്നത് ആര് ഷംഷാദ് മുത്ത് പറയുന്നത് ആണെങ്കിൽ നിങ്ങൾ 600 പീസിന്റെ ബിരിയാണി ഒന്ന് കഴിക്കണം. കുറെ ദിവസമായി നിങ്ങളെ മഹിമയും ഇതെല്ലാം പറയുന്നത്. അപ്പൊ നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മള് ഗസർ റെസ്റ്റോറന്റിലാണുള്ളത്. അപ്പൊ ബിരിയാണി കഴിക്കുന്നതും കഴിച്ചിട്ടുണ്ട് ഇവന്റെ അഭിപ്രായം അടക്കം എന്താക്കണം ഇന്ന് നമ്മൾ വീഡിയോ പിടിച്ചിട്ടിടണം. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവൻ ഫർവാനി എന്ന് അങ്ങനെ പറയുന്നുണ്ട്. ഇതാരാന്നറിയഞ്ഞ് എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? എല്ലാ ചങ്കക്ക് വേണ്ടിട്ട് നമ്മള് ഭക്ഷണം കഴിച്ചു വരുന്നവരെ വേണ്ടിട്ട് ഒരു 2 പേര് ഞാൻ വെക്കുന്നുണ്ട്. ടാറ്റ ബിർള അംബാനിയെയും അല്ല പടച്ചു, ഈ പാവപ്പെട്ട ഞമ്മളെയും അല്ല പടച്ചു. ആ പൈസക്കാരൻ നിക്കറിട്ടാൽ അത് ബർമൂടയാകും, ഈ പാവപ്പെട്ടവൻ നിക്കറിട്ടാൽ അത് വള്ളി ട്രൗസറ്. പാട്ട് മാത്രം പോരാ, നമ്മൾ ഭക്ഷണം കഴിക്കുവാൻ വന്നേ. ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്. കിട്ടിയിതാ ഇനി ഇങ്ങനെ നോക്കി നിൽക്കണ്ട, കഴിച്ചോളൂ. ഇതാ നമ്മളെ 600 പീസിന്റെ നമ്മളെ ചിക്കൻ ദം ബിരിയാണി, നമ്മളെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ഒറിജിനൽ 10 മസാല. ഒന്നാദ്യം ഒന്ന് ടേസ്റ്റ് നോക്കി. ഇനി ജോസിനെ വിളിച്ചു വരുത്തി ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്ന് ഒരുപാട് നാളുണ്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇന്നാണ് നടന്നത്. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. 3 പെട്ടിയുടെ കാശ് ആ പട്ടിയിരുന്ന് വെട്ടി വിഴുങ്ങണത്. ഇതിന്റെ കാശ് ഞാൻ തരാം, തന്നില്ലെങ്കിൽ ഞാൻ കുത്തിപ്പിടിച്ച് വാങ്ങിക്കും. ഇത് തെക്കേടത്തെ രാംകുട്ടി, ചേച്ചിയുടെ ഹസന്റെ ബ്രദറാ. എനിക്ക് കുഞ്ഞബ്രസിന്റെ കഥറ അല്ല ഹസിന്റെ ബ്രദറ. ഇന്ന് കത്തൊന്നുമില്ല കേട്ടോ. പോട്ടെ ടീച്ചർ, പോട്ടെ രമേ, പോട്ടെ രാധേ, പോട്ടെ ഇന്ദു, പോട്ടെ തോട്ടെ MLA. സാറല്ലേ സാറല്ലേ ശരി സാറല്ലേ, വാതിലോർക്കരി അച്ചോട്ടനാണ് കീലേരി. നീയൊക്കെ കണ്ണൂച്ച് പഴയ പോലെ ഒന്നും കഴിക്കാൻ പറ്റണ്ടായി. ചേട്ടാ 2 പ്ലേറ്റ് മട്ടൺ ഫ്രൈ. എന്താണെന്നറിയില്ല ചേച്ചി, ഇപ്പൊ എത്ര കഴിച്ചാലും വിശപ്പില്ല. ആർത്തി കൂടിട്ടോ.